നരേന്ദ്രമോദിയുടെ മുമ്പിൽ അയാൾ ഒരിക്കലും ഒരു മില്യനെയർ ആയിട്ടല്ല സാബു ജേക്കബിനെ കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്ത് ഒരു ഫൈറ്ററായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതിനകത്ത് പിന്നെ ഒരു സിൻസിയറായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്ത് നിന്നു. 2021 തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥി അവിടെ നിന്നതുകൊണ്ടാണ് BP സജീന്ദ്രൻ തോക്കുകയും ശ്രീനിജൻ ജയിക്കുകയും ചെയ്യുന്നത്. നിർണായകമായത് അവരാണ്. അവരുടെ വോട്ടുകൾ പലയിടത്തും നിർണായകമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പൊളിറ്റിക്സ് എന്താണെന്നറിയത്തില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് പോലും ഇല്ലാത്ത ആൾക്കാർ ഞാൻ വോട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പേപ്പർ ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ ഇപ്രാവശ്യം നോക്കിയെന്ന് പറഞ്ഞ ഓരോ നടിമാരെയൊക്കെയാണ് കൊണ്ടുവന്നിറക്കിയിട്ടുള്ളത്. ഈ ആൾക്കാരെടുത്ത് മാന്യമായ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കത്തില്ലെന്നേ. ആൾക്കാരെ ആവശ്യം കൊള്ളിക്കണമെങ്കിൽ എന്തെങ്കിലും പറയണം. എല്ലാ പാർട്ടിക്കാരും അതുകൊണ്ടാണ് ഗതികെട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ആവശ്യം കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. തൃപ്പൂണിത്തുറയിൽ അവർക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയസാധ്യത ഒരുപക്ഷെ ഉണ്ടാകാൻ പറ്റുമായിരുന്നു. ഇവർക്ക് കിട്ടിയ ഒരു സുവർണാവസരം ഇവർ കളഞ്ഞു കുളിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാജൻ, നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ഈ 2020 ഒരുപാട് സീറ്റ് BJP നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ NDA നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ 2020 സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് കേരളത്തിലെ BJP സംവിധാനത്തെ അല്ലെങ്കിൽ NDA സംവിധാനത്തെ പരിപൂർണമായിട്ടും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണോ എന്നൊരു സംശയമുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? 2020 സ്ഥാനാർത്ഥി നിർണയം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDAയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDAയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ട് ഇവിടെ വന്നപ്പം ഏറ്റവും കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്തത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോ കുമ്മനം രാജശേഖരനോ രാജഗോപാലിനോ ഒന്നുമല്ല, ഉണ്ണി മുകുന്ദനാണ്. ഹോട്ടലിൽ 1 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചത്. ഉണ്ണി മുകുന്ദനെതിരെ ആ സമയത്ത് ചില വിഷയങ്ങളൊക്കെ റൈസ് ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഇവിടെ NDA പിന്നെ എൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2020 വരുമ്പം 2020 പലപ്പോഴും ഒരു നിസ്സഹായ അവസ്ഥയിൽ കൂടെ ഈ സാബു ജേക്കബ് കടന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി നല്ലൊരു മനുഷ്യനാണ്, ദിശാബോധമുള്ള മനുഷ്യനാണ്, മാന്യമായി ബിസിനസ് ചെയ്യുന്ന ആളാണ്, എന്നാൽ വാശിക്കാരനുമാണ്. അങ്ങനെ കീഴടങ്ങുന്ന സ്വഭാവമൊന്നുമില്ല. അവർ ഈ 2020 രൂപീകരിച്ചതിന് ശേഷം ആദ്യം കിഴക്കമ്പലം പഞ്ചായത്ത് പിടിക്കുന്നു, പിന്നീട് ബാക്കിയുള്ള പഞ്ചായത്തുകൾ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ പിടിക്കുന്നു. അങ്ങനെയൊക്കെ വന്ന് 2021 തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥി അവിടെ നിന്നതുകൊണ്ടാണ് BP സജീന്ദ്രൻ തോക്കുകയും ശ്രീനിജൻ ജയിക്കുകയും ചെയ്യുന്നത്. നിർണായകമായത് അവരാണ്. അവരുടെ വോട്ടുകൾ പലയിടത്തും നിർണായകമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 2020 പിന്നീട് ആ ഒരു പോക്ക് പോകുമ്പം 2020 അതിനിടയ്ക്കൊരു അബദ്ധം കാണിച്ചത് ആം ആദ്മി പാർട്ടിയുമായിട്ട് അലയൻസിലേക്ക് പോയി. അന്ന് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന സജഷൻ അരവിന്ദ് കെജ്രിവാൾ തന്നെ വന്നിട്ട് കിഴക്കമ്പലത്തെ വരെ യോഗത്തിൽ പങ്കെടുത്തു. ലയന പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുമെന്ന് സംശയിക്കപ്പെട്ടിരുന്നെങ്കിലും ലയിക്കാൻ തീരുമാനിക്കാതിരുന്നത് സാവുചേട്ടന് നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 2020 അഡ്രസ്സ് തീർന്നേനെ. കാരണം കെജ്രിവാൾ അകത്ത് പോയതോടുകൂടി ലയിച്ചില്ല, അലയൻസ് ആയിട്ട് പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് അവർ വെച്ചിട്ടുള്ള പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ പുള്ളിയെ MP ആക്കാം, രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാം എന്നുള്ള ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി അത് വേണ്ട എന്നുള്ളത് വെച്ച്. കാരണം പുള്ളിക്ക് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള അതിനകത്ത് വളരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യനായൊരു മനുഷ്യൻ തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അത് പിന്നെ പല കാര്യങ്ങൾക്കകത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ചില പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോൾ ചില അത് നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കൈയടിക്കത്തുള്ളൂ. ഇപ്പം ശ്രീനിജൻ പുള്ളിയുടെ കടയിൽ പോയിട്ട് ചെട്ടി പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഈ ആൾക്കാരെടുത്ത് മാന്യമായ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ കൈയടിക്കത്തില്ലെന്നേ. ആൾക്കാരെ ആവശ്യം കൊള്ളിക്കണമെങ്കിൽ എന്തെങ്കിലും പറയണം. എല്ലാ പാർട്ടിക്കാരും അതുകൊണ്ടാണ് ഗതികെട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ആവശ്യം കൊള്ളിക്കാൻ വേണ്ടിയിട്ട്. മൈതാന പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം ഇത് സ്റ്റഡി ക്ലാസ് അല്ല. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴും 2020 അഭിമുഖീകരിച്ചൊരു ക്രൈസിസ് AAP ആയിട്ടുള്ളത് വിടുന്നു. UDF ശരിക്കും പറഞ്ഞാൽ 2020 ഇവർ ഈ വഴിയെ പോകുന്നവരെല്ലാം പിടിച്ച് G. സുധാകരന് സീറ്റ് കൊടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നു, അവരെ പിടിച്ചിടുന്നു. ഇവർ അർഹരായ പലരെയും മാറ്റി നിർത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വേറെ 3-4 പേരെയും കൂടെ മാറ്റി നിർത്തിയിട്ട് 2020 3-4 സീറ്റ് കൊടുത്താൽ മതിയായിരുന്നു. 2020 ഒരു 3 സീറ്റ് കൊടുത്താൽ തന്നെ അവർ പിന്നെ പറ്റുന്ന സീറ്റ് കൊടുത്താൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ 3-4 സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ 2020 കോൺഗ്രസുമായിട്ട് UDF-ആയിട്ട് ചേർന്നേനെ. കുന്നത്തുനാട് മണ്ഡലം ഉൾപ്പെടെയുള്ളത് കൊടുത്തിട്ട് സജീന്ദ്രനെ അടൂരോ അവിടെയും കൊണ്ടേ വൈക്കത്തോ എവിടെയും കൊണ്ടേ നിർത്തിയാൽ മതിയായിരുന്നു. സജീന്ദ്രന് സീറ്റ് കൊടുക്കേണ്ട ആൾ തന്നെയാണ്. അങ്ങനെ കൊണ്ടേ നിർത്തിയിട്ട് ഇവർ വേറെ ഏതെങ്കിലും കോതമംഗലോ അങ്ങനെ ഏതെങ്കിലും സീറ്റ്, കോതമംഗലം അവരുടെ കയ്യിലുള്ള സീറ്റല്ല, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സീറ്റുകളുമായിട്ട് പിന്നെ കൊച്ചിയോ അങ്ങനെയൊക്കെ ഉള്ളത്, തൃക്കാക്കരയോ, പിന്നെ തൃക്കാക്കര പിന്നെ വെച്ച് മാറാൻ പറ്റത്തില്ല, എന്നാലും വേറെ ഏതെങ്കിലും സീറ്റുകളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ വെച്ച് മാറി കോൺഗ്രസ് തൃപ്പൂണിത്തുറ കൊടുക്കാൻ വരുന്ന കേബാവ് മാറുമ്പോൾ ആ രീതിയിൽ അലയൻസിലേക്ക് പോയിരുന്നെങ്കിൽ ഇവർക്ക് 2 കൂട്ടർക്കും അതിൻ്റെ ഗുണം കിട്ടുമായിരുന്നു. ഇപ്പം NDAയുമായിട്ട് ചേരുമ്പോൾ NDAയുമായിട്ട് ചേർന്നതിന് ശേഷം ഇദ്ദേഹത്തിന് വാരിക്കോരി BDJS-നേക്കാൾ വലിയ പ്രാധാന്യം പിന്നെ ഇവർക്ക് കൊടുത്തു. അത് മാത്രമല്ല നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ സാബു ജേക്കബ് ദില്ലി പോയപ്പം, കാരണം എനിക്കറിയാവുന്ന കാര്യമാണ്, നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇങ്ങനെ ആശ്ലേഷിച്ച് പുറത്ത് ഇങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ
ആ തട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിംഗനത്തിൻ്റെയും ആ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അത്രയും വളരെ സിൻസിയറായിട്ടാണ് സാബുവും ജേക്കബിനെ സ്വീകരിച്ചിട്ടുള്ളതും കാര്യങ്ങളുള്ളതും ഒക്കെ. അത് സാബുവും ജേക്കബിൻ്റെ കയ്യിൽ പൈസ കണ്ടിട്ടൊന്നുമല്ല. നരേന്ദ്രമോദിക്ക് അതിനേക്കാളും വലിയ കോടീശ്വരന്മാരായിട്ട് ഇവിടെ ബന്ധമുള്ളതാണ്. കാരണം വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പം സാബുവും ജേക്കബിൻ്റെ ടേൺ ഓവറൊന്നും അവരുടെ മുമ്പിൽ ഒരു വിഷയമേ അല്ല. നമുക്ക് മലയാളികൾക്ക് നോക്കുമ്പം വലിയ സംഭവമായിരിക്കും. പക്ഷേ ആ നരേന്ദ്രമോദിയുടെ മുമ്പിൽ അയാൾ ഒരിക്കലും ഒരു മില്യനെയർ ആയിട്ടല്ല സാബുവും ജേക്കബിനെ കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്ത് ഒരു ഫൈറ്ററായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതിനകത്ത് പിന്നെ ഒരു സിൻസിയറായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ റെസ്പെക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ സാബുവും ജേക്കബിന് പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ, ഒന്ന്, പുള്ളി ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, പുള്ളി അല്ലാതെ വേറെ ലീഡർ അവർക്കില്ല. ഒരു ഫേസ്, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണല്ലോ. അതെ, ഞാൻ പറയുന്നത് എന്നാൽ തന്നെയും ഒരു ദിശാബോധമുള്ളൊരു പ്രസ്ഥാനമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ അവർക്ക് പറ്റും. പ്രത്യേകിച്ച് ഒരു ബദൽ, ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്കുള്ള പല കാര്യങ്ങളും മുമ്പോട്ട് വെക്കുമ്പം അതിനെ വേറൊരാളില്ല. എല്ലായിടത്തും സാബുവും ജേക്കബ് അല്ലാതെ വേറൊരാളില്ല. ഒരു രണ്ടാം നിര നേതാവെന്ന് പറയാൻ രണ്ടാമനില്ല. രണ്ടാമനെ ആക്കാനും പറ്റത്തില്ല. ഇങ്ങനെ രണ്ടാമതൊരുത്തനെ വളർത്തിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പം പിറ്റേന്ന് വേറെ ഏതെങ്കിലും മുന്നണി പോയി ചേർന്ന് കഴിഞ്ഞാൽ ഇവരെ പാർട്ടിയുടെ ഗ്യാസ് തീർന്നു. അല്ല, 2020 പറയുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ഈ എന്താ പറയുക, സൗജന്യങ്ങളുടെ രാഷ്ട്രീയമല്ല പറയുന്നത്. അല്ല, സൗജന്യങ്ങളുടെ രാഷ്ട്രീയം AAP പറഞ്ഞ പോലെയുള്ള സൗജന്യങ്ങളുടെ രാഷ്ട്രീയമല്ല. സ്വയം പര്യാപ്തരാക്കുന്ന ഒരു രാഷ്ട്രീയമാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങൾക്കകത്തും ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റിനകത്ത് കുറേ പൈസ അനാവശ്യമായിട്ട് ചിലവഴിച്ച് പോകുന്നുണ്ട്. അതേസമയം അത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് അത് വിനിയോഗിക്കാമെന്ന് അവർ തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ സൗജന്യങ്ങളുടെ രാഷ്ട്രീയം എന്ന രീതിയിൽ ഇപ്പോൾ അവരുടെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയതൊക്കെ അത് ഇവരുടെ CSR ഫണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും. അത് വിട്ടുകൾ അതൊന്നും ഇപ്പോൾ അവർക്ക് ഇപ്പം 3-4 അഥവാ കഷ്ടകാലത്തിൽ അങ്ങനെ 3-4 പേര് ജയിച്ചു കഴിഞ്ഞാൽ ഇവരെ കഥ കഴിഞ്ഞു. ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. ഞാനിതൊന്നുമല്ല ചോദിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെ, സ്ഥാനാർത്ഥികളിലേക്കാണ് ഞാൻ വരുന്നത്. സിബി ചോദിച്ച ചോദ്യം അത് തന്നെയാണല്ലോ. ഇവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഇവിടെയും കിടക്കുന്ന സെലിബ്രിറ്റികളെന്നും പറഞ്ഞിട്ട് കുറേ പേരെയും ഇറക്കി. പൊളിറ്റിക്സ് എന്താണെന്നറിയത്തില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് പേര് പോലും ഇല്ലാത്ത ആൾക്കാർ, ഞാൻ വോട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പേപ്പർ, ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ ഇപ്രാവശ്യം നോക്കിയെന്ന് പറഞ്ഞ ഓരോ നടിമാരെയൊക്കെയാണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്. ഇതൊരു വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പുള്ളി ആരും അഡ്വൈസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ഈ പണിയൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ നോക്കിയേനെ. ഇത് ആരെങ്കിലും ഏതെങ്കിലും സീരിയലിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിഗ് ബോസിൽ പോയി ഉടനെ ഇത് റോബിൻ രാധാകൃഷ്ണനെ NDA BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. കുണ്ട്രയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. റോബിൻ രാധാകൃഷ്ണനെ പോലുള്ള ഒരുത്തനെ അലറൽ വീരൻ എന്ന അഖിൽമാരാർ അവനെ വിശേഷിപ്പിച്ചത്. അതേ അഖിൽമാരാരും അവനും ഒരുമിച്ച് ഒരു പാനലിൽ ഇപ്പോൾ വരിക. തൃക്കാക്കരയിൽ അഖിൽമാരാർ മത്സരിക്കുന്ന അഖിൽമാരാർ പക്ഷേ പൊളിറ്റിക്സ് അറിയാം. പൊളിറ്റിക്സ് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. പക്ഷേ അഖിൽമാരാർക്ക് നിൽക്കാൻ പറ്റിയൊരു മണ്ഡലം ആയിരുന്നില്ല തൃക്കാക്കര. പക്ഷേ ഗ്രൗണ്ടിൽ അഖിൽമാരാർക്ക് പലപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ പതറിപ്പോകുന്നുണ്ട്. ഉണ്ട്. ഇപ്പം കാരണം എന്ന് വെച്ചാൽ ചാനൽ ചർച്ചകൾക്കകത്ത് ഇരിക്കുന്ന പോലെ അല്ല ഗ്രൗണ്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷയം. മറ്റേത് കുറച്ചുകൂടെ കംഫർട്ടബിൾ സോണാണ്. ഇപ്പോൾ ജയശങ്കർ വക്കീൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഒരാളാണ്. അല്ലെങ്കിൽ MN പിയേഴ്സൺ, അല്ലെങ്കിൽ ചേക്കുട്ടി രംഗത്തിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് പറ്റിക്കണമെന്നില്ല. അത് അവിടെ ഇരുന്നിട്ട് കൗണ്ടർ അടിക്കാനും കാര്യങ്ങൾ പറയാനും ചരിത്രബോധത്തോടെ അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാരാണ് ഇവർ. കൃത്യമായിട്ട് ലെഫ്റ്റ് പൊളിറ്റിക്സ് അറിയുന്നവരുമാണ്. റൈറ്റ് പൊളിറ്റിക്സ് എന്താണെന്ന് അറിയുകയും ചെയ്യുക, ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ കൂടെ മനസ്സുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നവർ ലെഫ്റ്റിൻ്റെ വിമർശകരുമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയിൽ പറയാൻ പറ്റുന്നവരല്ല ഇവരാരും എന്നുള്ളതാണ്. തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയേക്കും. തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞാൽ BJPക്ക് അവരെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തന്നെ വിജയസാധ്യത ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ്. മുനിസിപ്പാലിറ്റി തവണ പിടിച്ചതാണ്. A ക്ലാസ് മണ്ഡലമാണ് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയെ കൊണ്ടുവന്നിട്ട് ഏതോ ഒരു നായരെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് പെങ്കൊച്ചിനെ. ചക്ക വിരിഞ്ഞാൽ താമരയാവുമെന്ന് പറയുന്നത്. അതെ. അത് വിരിഞ്ഞാൽ താമരയാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള പുതിയ സയൻറ്റിസ്റ്റാണ്. പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ശരിക്കും നല്ല ശാസ്ത്രജ്ഞയാണ്. പക്ഷേ വാ തുറന്നാൽ പലതും വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത്. രണ്ടാമതെന്താണെന്ന് വെച്ചാൽ ഇവരൊരു സ്ഥലകാല ഭ്രമം സംഭവിച്ച പോലായി. ഇവർ അപ്രതീക്ഷിതമായിട്ട് നിയമസഭാ സ്ഥാനാർത്ഥികളായിട്ട് വരിക. പലരും വരുന്നു, നേതാക്കന്മാരുടെ കൂടെ വേദി പങ്കിടുന്നു. ആകെ കൂടെ എന്താണെന്ന് വെച്ചാൽ കിളി പാറിപ്പോവുക. ജോസഫിനെ LDF തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ജോസഫിന് അങ്ങനെ പറ്റിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അന്ന് പ്രാവശ്യം പിണറായി വിജയൻ ഇരിക്കുന്ന വേദിയിൽ വെച്ചിട്ട് പുള്ളി പറഞ്ഞത് വിക്കറ്റ് കളഞ്ഞ് സെഞ്ചുറി അടിക്കുമെന്ന് പറഞ്ഞു. വിക്കറ്റ് കളഞ്ഞ് 6 അടിച്ച് സെഞ്ചുറി അടിക്കുന്നുണ്ട്, വിക്കറ്റ് കളഞ്ഞ് സെഞ്ചുറി അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആകെക്കൂടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു പരിഭ്രാന്തിയിലാണ് നിൽക്കുന്നത്. അഖിൽമാരാർ പിന്നെ അത് മാനേജ് ചെയ്യും. ബാക്കിയുള്ള റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അലറി വിളിച്ച് കാണുന്നിടത്തെല്ലാം പോയവൻ ഇപ്പോൾ NDAക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയായപ്പോൾ ഒരു ദിവസം സുപ്രഭാതം മുണ്ട് കൊടുത്താൽ ഇറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും വോട്ട് ചെയ്യുന്നിരുന്നുണ്ടോ? ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരിളക്കം ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പം മൊത്തത്തിൽ NDAയുടെ സ്ക്രീനിങ്ങിൽ തന്നെ കുഴപ്പം പറ്റി. ആ കുഴപ്പം ഏറ്റവും കൂടുതൽ പറ്റിയത് ഇവരടുത്താണ്. BDJSന് കിട്ടിയ സീറ്റുകൾക്കകത്ത് BDJS കൃത്യമായിട്ട് ഡീല് നടത്തിയിട്ടാണ് സീറ്റുകൾ ആൾക്കാരെ സ്ഥാനാർത്ഥികളെ. അതിനകത്ത് ഏറ്റവും വലിയ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
അങ്കമാലി നിയോജക മണ്ഡലം എടുക്കുക. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ചാർലി പോൾ ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ചാർലി പോളിനെ ഇപ്പം മറ്റേ 2020 ചാലക്കുടി സ്ഥാനാർത്ഥിയാണ്. അതേസമയം ഇദ്ദേഹം മത്സരിക്കുന്ന അങ്കമാലിയിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത് വലിയൊരു ത്രികോണ മത്സരത്തിലേക്ക് പോയി. വേണ്ട, തൃക്കാക്കര തന്നെ വീണ്ടും നിർത്തിയാലും ചിലപ്പോൾ നല്ല മത്സരം ഉണ്ടാവുമായിരുന്നു, ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാവുമായിരുന്നു. ചാർലി പോളിനെ അവർ നിർത്തേണ്ടിയിരുന്ന അങ്കമാലി തന്നെയായിരുന്നു. അങ്കമാലിയിൽ ഇപ്പോൾ നിർത്തിയ ആൾ ഒറ്റ മോശമാണെന്നുള്ള അഭിപ്രായത്തിലൊന്നുമല്ല. പക്ഷെ ചാലക്കുടിയിൽ പിടിക്കുന്നതിനേക്കാൾ വോട്ട് പിടിക്കാൻ ചാർലി പോളിന് പറ്റുന്ന, വ്യക്തിപരമായി പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അങ്കമാലി. അതെ, അതേപോലെ തന്നെ പിന്നെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടിമാരാണ്, ഇൻഫ്ലുവൻസർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ. അല്ല, ഏറ്റുമാനൂർ നിർത്തിയിരിക്കുന്ന ഒരു കക്ഷിയുണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ KSRTCയുടെ പടി കുറച്ചത് കേന്ദ്ര സർക്കാരാണ്. പിന്നെ എന്തുവാ, വീണ നായർ, ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, അങ്ങനെ ലക്ഷ്മി പ്രിയ വീണ നായരും പോയി, ഓൾറെഡി ഔട്ടായി. അവർക്ക് ഇതില്ല, വോട്ടവകാശം ഇല്ല. അപ്പൊ ഇങ്ങനെ കുറേ എണ്ണത്തിന് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കൊണ്ടുവന്ന് പിന്നെ നിർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രോമി കുര്യാക്കോസാണ് ഇപ്പോൾ അങ്കമാലി നിൽക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് 2020 സ്ഥാനാർത്ഥിയായിട്ട് ഉമ്മൻചാണ്ടിയുടെ മരുമകനുണ്ട്, മറിയമ്മത്തിൻ്റെ ഉമ്മൻ്റെ പിന്നെ ഭർത്താവുണ്ട്. പുള്ളി പിന്നെ ഒരു എഫിഷ്യൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ പക്വതയോട് കൂട്ടി സംസാരിക്കുന്നുണ്ട്. പുള്ളിയുടെ സീറ്റ് അതാന്ന് ഞാൻ മറന്നുപോയി, കൊടുങ്ങല്ലൂർ. പക്ഷേ അവിടെയൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ കൊടുങ്ങല്ലൂർ BJPക്ക് ശക്തമായ സ്വാധീനം. ഗോപാലകൃഷ്ണനാണെങ്കിലും അവിടെ കാര്യങ്ങൾ മാറത്തില്ലായിരുന്നത്. ഗോപാൽജിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുരുവായൂർ പോയിട്ട് പറഞ്ഞ മുഴുവൻ ആവശ്യമില്ലാത്ത വർത്താനമാണ്. അതിനകത്ത് മറ്റു പൊളിറ്റിക്സ് ഉണ്ട്. ഉണ്ട്. പുള്ളിയിൽ ജാതീയ സമുദായ പൊളിറ്റിക്സിന്റെ അല്ല, ഒരു സാമുദായിക ധ്രുവീകരണത്തിന് അപ്പുറത്തുള്ള ഒരു പൊളിറ്റിക്സ് അതിനകത്തുണ്ട്. ആ പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് മറ്റൊരു സബ്ജക്റ്റാണ്. എന്തായിരുന്നാലും പിന്നെ ഒന്നും കാണാതെ പട്ടൊരു വെള്ളത്തിൽ ചാർത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഗോപാൽജി എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. പക്ഷേ എനിക്ക് ആ പറച്ചിലിനോട് വിയോജിപ്പുള്ള ആളാണ് വ്യക്തിപരമായിട്ട്. കാരണം പൊന്നാനി മുസ്ലിങ്ങളുടെ വലിയൊരു കേന്ദ്രമാണ്. അവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ തവണ നന്ദകുമാറാണ്, അതിന് മുമ്പ് 2 തവണ ശ്രീരാമകൃഷ്ണനായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സൗദി അറേബ്യയിൽ നാളെ ഒരു ഹിന്ദു ഭരണാധികാരി വരണമെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. ഇസ്രായേലിൻ്റെ തലപ്പത്തൊരു മുസ്ലിം ഭരണാധികാരി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, കാരണം ഇറാഖിൽ അതുണ്ടായിരുന്നു. താരിഖ് അസീസ് എന്ന് പറയുന്നൊരു ക്രിസ്ത്യാനി അവിടെ ഉപപ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് അങ്ങനെയൊക്കെയുള്ള വരണം. ബറാഖ് ഒബാമയെ പോലെയുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരൻ, അമേരിക്കൻ വംശജൻ പോലും അല്ലാത്ത ഒരാൾ അമേരിക്കയുടെ പ്രസിഡൻ്റായപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ലോകത്ത് എല്ലായിടത്തും മാറണം. ആ മാറ്റം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസം എനിക്ക് അതിനകത്തുണ്ട്. പക്ഷേ ഇവിടെ 2020 സംബന്ധിച്ചിടത്തോളം ഉദാരമായി BJP അവർക്ക് സീറ്റുകൾ സംഭാവന നൽകി. ഇതെന്ത് ചെയ്യണമെന്നറിയാതെ നായ്ക്കും നരിക്കും ഇല്ലാതാക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ കുറച്ച് സെലിബ്രിറ്റികളെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കിയിട്ട് പൊളിറ്റിക്കലായ കാൻഡിഡേറ്റ്സ് എന്ന് പറയാൻ പറ്റുന്നത് ചാർലി പോളിനെ പോലെ. ഇനിയിപ്പോൾ ഇപ്പോൾ അങ്കമാലിയിൽ ഇപ്പോൾ നിർത്തിയ ആളെയാണെങ്കിലും കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പ്രോമി കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബക്കാരനാണ് അവിടെ. സഭയുമായിട്ടൊന്നും അങ്ങനെ അടുത്ത ബന്ധമൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ അവിടുത്തെ ഈ എന്താ പറയുക, ഈ ക്ലബ്ബുകളൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധങ്ങളാണ്. പിന്നെ ഈ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ വളരെ സജീവമാണ്. പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റിന്റെ അനുജനാണ്. അപ്പം അങ്ങനെയുള്ള കുറേ ബന്ധങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഉമ്മൻചാണ്ടിയുടെ മരുമകനെ നിർത്തിയെന്ന് പറഞ്ഞാലും പുള്ളിയുടെ ബൈറ്റ്സ് കാണുമ്പോൾ, മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള അഭിമുഖങ്ങൾ കാണുമ്പം വളരെ ഇരുത്തം വന്നൊരു മനുഷ്യനാണ്. പൊളിറ്റിക്സ് എടുത്ത കാലത്തെ പ്രവർത്തന പരിചയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി 2020 കുറേ വർഷങ്ങളായിട്ട് മെമ്പർഷിപ്പ് എടുത്താമെന്ന് അറിയുമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പോലും അറിയാത്ത കുറേ എണ്ണത്തിനെ പിടിച്ചാണ് ആദ്യം നിർത്തിയത്. അതല്ലേ പറഞ്ഞത്, വോട്ടർ ലിസ്റ്റ് പേരുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. വോട്ടർ ലിസ്റ്റ് എന്താ നിങ്ങൾ പേരുണ്ടോ എന്ന് പരിശോധിക്കായിരുന്നെന്ന് വെച്ചപ്പോൾ ഇപ്പോഴല്ലേ ഞാൻ സ്ഥാനാർത്ഥിയായത്, അപ്പോഴല്ലേ ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കാതിരുന്ന, പൗരാവകാശത്തെക്കുറിച്ച് ജനാധിപത്യ ബോധമില്ലാത്ത ആളുകളെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകളെ പിടിച്ച് വഴിയിൽ നിന്ന് അവരെ ഇവരെയൊക്കെ പിടിച്ചിട്ട് സെലിബ്രിറ്റി. സാവചേട്ടൻ ശ്രദ്ധിക്കേണ്ട കാര്യം, പുള്ളിയുടെ കൂടെ ഇവരെ നിർത്തിയിട്ട് പത്രസമ്മേളനം പോലും നടത്താൻ പാടില്ല. അഖിൽമാരാർ ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും അഖിൽമാരാർ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. പക്ഷേ തൃപ്പൂണിത്തുറയിൽ അവർക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയസാധ്യത ഒരുപക്ഷെ ഉണ്ടാകാൻ പറ്റുമായിരുന്നു. ഇവർക്ക് കിട്ടിയ ഒരു സുവർണാവസരം ഇവർ കളഞ്ഞു കുളിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ പിന്നെ പലയിടത്തും അവരെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ വലിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം ഈ സാബു എം ജേക്കബ് തന്നെ എല്ലാ സ്ഥലത്തും കണ്ണെത്തുക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെയും പിന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ഇപ്പോൾ വിവിധ സെക്ഷനിലുള്ള പുള്ളിയുടെ മാർക്കറ്റിംഗ് ഹെഡുമായിട്ടും പുള്ളിയുടെ ഓപ്പറേഷൻ ഹെഡുമായിട്ടും ഒക്കെ പുള്ളി ഡെയിലി അവരുമായിട്ട് ബിസിനസ്സിൻ്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതെല്ലാം പുള്ളി നേരിട്ട് ഡീൽ ചെയ്യുമ്പോൾ HR-ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തെങ്കിലും വിഷയങ്ങളുണ്ട്, ആരെങ്കിലും ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇതും കൂടെ പുള്ളി തന്നെ നോക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ പുള്ളിക്ക് വിശ്വസിച്ച് ജയിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പച്ചയ്ക്ക് പറയുന്ന ബെനിച്ചേട്ടനൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആരെയും വിശ്വസിച്ച് ഇത് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ഈ പാർട്ടിയും കൊടുത്താൽ ഇതിനെ വളർത്തുവോ കൊല്ലുവോ എന്നുള്ളത് ഉറപ്പില്ല. അതുകൊണ്ടാണ് ആരെയും കയ്യിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്ത ആ ഒരു അരക്ഷിതാവസ്ഥ 2020 പിന്തുടരുന്നുണ്ട്. എന്തായിരുന്നാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ
2020 മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തത കിട്ടും. കാരണം ഒന്നുകിൽ ഈ പരിപാടി നിർത്തിപ്പോകാം, അല്ല അത്യാവശ്യം വോട്ട് പിടിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റിലോ 2 സീറ്റിലോ ഒരു അട്ടിമറി നടത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ലൈഫുള്ളൂ. ഒരു സീറ്റും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ശക്തമായ പ്രബലമായ ശക്തിയായിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, തൃപ്പൂണിത്തുറയിൽ നിന്ന് ശക്തമായൊരു വെല്ലുവിളി തൃക്കാക്കരയിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, കെട്ടിവെച്ച കാശ് കിട്ടാത്ത അവസ്ഥയിലേക്ക് തൃപ്പൂണിത്തുറയിൽ എന്തായാലും പോകത്തില്ല. തൃപ്പൂണിത്തുറയിൽ BJPയുടെ വോട്ട് വീഴും. പക്ഷേ മറ്റുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ടെമ്പോ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതോടുകൂടി 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്ത്യകുദാശ നടത്താം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.